കണ്ണൂർ കോർപ്പറേഷൻ 3-ാം ഡിവിഷനിൽ കൊക്കേൻപാറയിലെ UDF സ്ഥാനാർത്ഥിയാണ് KC ശ്രീജിത്ത് എന്ന അധ്യാപകൻ. അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും സമൂഹത്തിലെ പ്രധാന പ്രശ്നങ്ങളിലെല്ലാം തന്നെ UDF സ്ഥാനാർത്ഥി KC ശ്രീജിത്ത് ശ്രദ്ധ ചെലുത്തിയിരുന്നു. സമൂഹത്തിലെ ജനങ്ങളുടെ പൊതുനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപന ജോലി എന്ന് പറയുന്ന ഈ ജോലി സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ മറ്റൊരു ജോലിയല്ല, ഇതൊരു സേവനം തന്നെയാണ്. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ സ്കൂളിൽ മൊത്തത്തിൽ കുട്ടികൾ പലതരത്തിലുള്ള കുട്ടികളാണ്. ആ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നതാണ് അധ്യാപകൻ്റെ പരമപ്രധാനമായ കടമ. ഒരു പഠിപ്പിക്കൽ എന്നതിലുപരി എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ആ കുട്ടിയെ കൊണ്ടൊരു പ്രയോജനമുണ്ടാകുക എന്ന രീതിയിലേക്കുള്ളൊരു മാറ്റമാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ. ആ ഒരു മാറ്റമാണ് ഇനി നമ്മുടെ അധ്യാപന ജോലി കഴിഞ്ഞു അതുപോലെ സേവന രംഗത്ത് പ്രവേശിക്കാൻ എന്നെ താല്പര്യപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വരുന്ന കാര്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയെന്ന വിശ്വാസത്തിലാണ് ഈ മത്സരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്ന പോലെ വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹം നൽകുന്നില്ല. എന്നാൽ കൊക്കേൻപാറ ഡിവിഷനിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം തയ്യാറാക്കുന്ന 60 മാസം 60 കർമ്മ പദ്ധതി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുവാനാണ് തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഞങ്ങൾ 1-ാം ഘട്ട പര്യടനം കൊക്കേൻപാറ ഡിവിഷനിൽ നടത്തുമ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. എവിടെയൊക്കെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്ന്. ഒരു കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരുപക്ഷെ ജനങ്ങൾ ആദ്യം ധരിക്കുക റോഡുകൾ ഉണ്ടാക്കുക, സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുക എന്നതായിരിക്കാം. പക്ഷെ അതിലുപരി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഭരണം കൊണ്ട് 10 വർഷക്കാലമായിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷൻ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ വിധത്തിലുള്ള വികാസവും നമുക്ക് മൂന്നാം ഡിവിഷനിൽ കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം കുട്ടികൾ, ചെറുപ്പക്കാരായ 18 വയസ്സ് കഴിഞ്ഞൊക്കെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ വെറുതെ മതിലിൻ്റെ മേലെ മറ്റിരിക്കുമ്പോൾ അവർക്ക് ഒരു കളിസ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ 15 വർഷമായിട്ട് ഒരു അമ്മയെ ശുശ്രൂഷിക്കുന്ന ഒരു മകളെ കണ്ടു. പിന്നെ അങ്ങനെയുള്ള കുറേ കിടപ്പ് രോഗികൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അവരെ എങ്ങനെ റീഹാബിലേറ്റ് ചെയ്യാം. അതുപോലെയാണ് വനിതകളെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സംരംഭങ്ങൾ അവർക്ക് വേണ്ടി, അത് ഞാനെന്ന വ്യക്തി കൊടുക്കുന്നതല്ല, അതിനെന്തൊക്കെ സ്ലോട്ടുകൾ നമുക്ക് കണ്ടെത്തിയിട്ട് അവരെ ഒരു ലിവ് ആൻഡ് ഏൺ എന്ന് പറയുന്ന രീതിയിൽ ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന മയക്കുമരുന്ന് വ്യാപനം, അതിൻ്റെ കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഉണ്ട്. കൊക്കേൻപാറ ഡിവിഷൻ സംബന്ധിച്ച വലിയൊരു ഡിവിഷനാണെന്നും അതുകൊണ്ട് തന്നെ ഒരൊറ്റ വീട് പോലും ഒഴിച്ചുവെക്കാതെ എല്ലാ വീടുകളിലും ചെന്ന് 1-ാം ഘട്ട സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും 2-ാം ഘട്ടം 90% വീടുകളിലും പോയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊക്കേൻപാറ ഡിവിഷനെ സംബന്ധിച്ച് വലിയൊരു ഡിവിഷനാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പള്ളിക്കുളം മുതൽ പന്നേമ്പാറ റെയിൽവേ ഗേറ്റും അതിനപ്പുറം കോട്ടമാർ കണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം വരെയുണ്ട്. 3000-ലധികം വോട്ടർമാരുണ്ട്. 1000-ലധികം വീടുകളുണ്ട്. ഈ വീടുകളൊക്കെ 1-ാം വട്ടം വളരെ നന്നായിട്ട് 10-20 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ വീട്ടിലും നമുക്ക് കയറി ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വോട്ടർമാരുടെയൊക്കെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. 2-ാം വട്ടം 90% വീടുകളിലും പോയിട്ടുണ്ട്. അത് 2-3 ദിവസത്തിനകം 3-ാം വട്ടവും നമ്മൾ തുടങ്ങും. ഇനി അവസാന ഘട്ടത്തിൽ സ്ലിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു അഭ്യർത്ഥനയും ഓട്ടപ്രദക്ഷിണം നടത്താനും കൂടെ ഉണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളും വിവിധങ്ങളായ വ്യക്തികളെയും നമുക്ക് അടുത്ത് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഈ വ്യക്തികളൊക്കെ ഒരുപക്ഷെ വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത കഴിവുകളുള്ളവരേക്കും അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ, അവരൊക്കെ ദൗർബല്യങ്ങൾ എന്താണ്, അവരൊക്കെ സ്ട്രെങ്ത് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവരൊക്കെ ചേർത്ത് പിടിക്കുക എന്നത് ഒരു പൊതുപ്രവർത്തകൻ്റെ കടമയാണ്. അതിനുള്ള ക്ഷമ നമുക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ട് അത് രാഷ്ട്രീയത്തിലുപരി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുക എന്നതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു
മാർഗം. സ്കൂൾ പഠനകാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ താൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അധ്യാപക രംഗത്ത് എത്തിയപ്പോൾ അധ്യാപക സംഘടനയിലും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തിൽ കുട്ടിക്കാലം, അതായത് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമുള്ളതായിരുന്നു. പള്ളിക്കുന്ന് ഹൈസ്കൂളാണ് പഠിച്ചത്. അവിടെ അന്ന് പള്ളിക്കുന്ന് ഹൈസ്കൂൾ വലിയ രാഷ്ട്രീയം ഇല്ലായിരുന്നു. പിന്നീട് SM കോളേജിൽ പോയപ്പോഴൊക്കെ KSUവിൻ്റെ ലേബിള് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അതേസമയം നാട്ടിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടും പൊടിക്കുണ്ട് കേന്ദ്രീകരിച്ച് വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതായിരുന്നു. അതിനുശേഷം അധ്യാപന ജോലി സർക്കാർ സർവീസിൽ കിട്ടിയതിന് ശേഷം നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം പരസ്യമായിട്ട് പാടില്ല. പക്ഷേ സംഘടനാ രംഗത്ത് വളരെ സജീവമായിട്ട് അധ്യാപക സംഘടന KPST എന്ന് പറയുന്ന അധ്യാപക സംഘടനയിൽ ഞാൻ ഉപജില്ലാ പ്രസിഡന്റ് മുതൽ സംസ്ഥാന കൗൺസിലർ വരെ വ്യത്യസ്ത പദവികൾ വഹിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അനുഭവമുണ്ട്. അതേസമയം ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ LDF ഭരിക്കുമോ അതോ UDF തുടരുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഇത്തവണയും പോരാട്ടം മുറുകിയിരിക്കുകയാണ്. 96 കോടി ചെലവിൽ സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഇത്തവണയും UDF വാഗ്ദാനം നൽകുന്നുണ്ട്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് ഇത്തവണ മത്സരത്തിൽ UDF കൊക്കേമ്പാറ ഡിവിഷനിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ജനാധിപത്യ മുന്നണി ഈ മത്സരത്തിന് വളരെ മുന്നേ തന്നെ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരുന്നു. എല്ലാ തലത്തിലുമുള്ള ഹോംവർക്ക് നടത്തിക്കൊണ്ട് എങ്ങനെ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാം, അതിനുവേണ്ട എല്ലാ സജ്ജീകരണവും പാർട്ടി അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയും ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ.